സുനിൽ ഐസക് വിവരങ്ങൾ നൽകാനായി തിരുവനന്തപുരത്ത് നിന്ന് ചേരുന്നുണ്ട്. സുനിൽ, രാഹുൽ മാങ്കൂട്ടത്തിലെ കോൺഗ്രസിൽ നിന്ന് പുറത്താക്കും എന്ന് തന്നെയല്ലേ ഈ കെ മുരളീധരന്റെ വാക്കുകളിൽ നിന്ന് നമ്മൾ വായിച്ചെടുക്കേണ്ടത്? തീർച്ചയായും അങ്ങനെ തന്നെയാണ്. രാഹുൽ മാങ്കൂട്ടത്തിൽ കോൺഗ്രസ് പാർട്ടിയിൽ നിന്ന് പുറത്തേക്ക് എന്ന് ഏകദേശം നമുക്ക് ഉറപ്പിക്കാറായിരിക്കുന്നു. കാരണം ഇന്നലെ തന്നെ ഇത് സംബന്ധിച്ച ചില ചർച്ചകൾ പാർട്ടിക്കുള്ളിൽ നടന്നിട്ടുണ്ട്. അത് കോൺഗ്രസിന്റെ പ്രധാനപ്പെട്ട നേതാക്കൾ, KPCC പ്രസിഡന്റ് അടക്കമുള്ള ആളുകൾ, VD സതീശൻ അടക്കമുള്ള ആളുകൾ തമ്മിൽ ആശയവിനിമയം നടന്നിരുന്നു. രണ്ടാമത്തെ പരാതി വന്നതിന് തൊട്ട് പിന്നാലെ തന്നെ ഹൈക്കമാൻഡും ഇക്കാര്യത്തിൽ വലിയ തോതിലുള്ള അതൃപ്തി പ്രകടിപ്പിക്കുകയും ചെയ്തു. ആ ഒരു പശ്ചാത്തലത്തിലാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ വെച്ചു പുറത്തേക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിയിരിക്കുന്നത്. എന്തായാലും അല്പസമയത്തിനുള്ളിൽ തന്നെ ഇത് സംബന്ധിച്ച ഔദ്യോഗിക പ്രഖ്യാപനം പാർട്ടിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാകുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ട് കോൺഗ്രസിന്റെ നേതാക്കളുമായി അല്പസമയം മുമ്പ് നമ്മൾ സംസാരിച്ചിരുന്നു. അവിടെ നിന്നൊക്കെ ലഭിക്കുന്ന വിവരങ്ങൾ അനുസരിച്ച് ഉടൻ തന്നെ അല്പസമയത്തിനുള്ളിൽ തന്നെ ഈ രാഹുൽ മാങ്കൂട്ടത്തിനെ പാർട്ടിയിൽ നിന്ന് പുറത്താക്കിക്കൊണ്ടുള്ള പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഇന്ന് 11:30 KPCC അധ്യക്ഷൻ വാർത്താ സമ്മേളനം വിളിച്ചിട്ടുണ്ട്. ആ വാർത്താ സമ്മേളനത്തിന് മുമ്പ് തന്നെ നടപടി ഉണ്ടാകും. നടപടിയെടുത്ത് മുഖം രക്ഷിക്കുക എന്നത് തന്നെയാണ് ഈ അവസരത്തിൽ, ഈ ഘട്ടത്തിൽ പാർട്ടിയുടെ മുമ്പിലുള്ള ഏക പോംവഴി. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം തദ്ദേശ തെരഞ്ഞെടുപ്പാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പ് എന്ന് പറഞ്ഞാൽ ദിവസങ്ങൾ മാത്രമാണ് തദ്ദേശ തെരഞ്ഞെടുപ്പിന് ബാക്കിയുള്ളത്. ആ സമയത്ത് ഇതൊരു പ്രധാനപ്പെട്ട ചർച്ചാ വിഷയമാക്കിക്കൊണ്ട് വരേണ്ടതില്ല. അത് പാർട്ടിക്ക് ദോഷം ചെയ്യുമെന്ന കൃത്യമായ വ്യക്തമായ സൂചന, നിലപാട് പാർട്ടി നേതാക്കൾക്കുണ്ട്. അതുകൊണ്ട് ഇനിയും രാഹുൽ മാങ്കൂട്ടത്തെ ചുമക്കേണ്ടതില്ല എന്നൊരു തീരുമാനത്തിലേക്ക് കോൺഗ്രസ് നേതൃത്വം എത്തിക്കഴിഞ്ഞിരിക്കുന്നുവെന്ന് നമുക്ക് ഔദ്യോഗികമായി തന്നെ പറയാൻ കഴിയും. അത് സംബന്ധിച്ച പ്രഖ്യാപനം, അതിന്റെ അറിയിപ്പ് അല്പസമയത്തിനുള്ളിൽ തന്നെ പുറത്തിറങ്ങുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. എന്തായാലും ഇന്നിപ്പോ നോക്കൂ, ഇന്ന് 11 മണിയോടുകൂടി ശബരിമല സ്വർണ്ണക്കൊള്ളയുമായി ബന്ധപ്പെട്ടുള്ള SITയുടെ പ്രത്യേക അന്വേഷണ റിപ്പോർട്ട് കോടതിയിലേക്ക് വരാൻ വേണ്ടി പോവുകയാണ്. ഒരുപക്ഷെ അതിൽ ഗുരുതരമായ ചില പരാമർശങ്ങൾ ദേവസ്വം വകുപ്പിനെതിരെ, ബോർഡിനെതിരെ ഒക്കെ ചില CPM നേതാക്കൾ അടക്കമുള്ളവർക്കെതിരെ ഉണ്ടായേക്കുമെന്നുള്ള പ്രതീക്ഷ കോൺഗ്രസ് നേതാക്കൾക്കുണ്ട്. അതിനിടയിൽ എന്തെങ്കിലും തരത്തിൽ ഒരു വലിയ മറ്റൊരു വിഷയം, അതായത് പ്രത്യേകിച്ച് ഇത്തരത്തിലൊരു വിഷയം, രാഹുൽ മാങ്കൂട്ടം വിഷയം സജീവ ചർച്ചയാക്കിക്കൊണ്ട് വന്നാൽ അത് തിരിച്ചടിയാകുമെന്നാണ് പൊതുവായ ഒരു വിലയിരുത്തൽ. ആ ഒരു പശ്ചാത്തലത്തിലാണ് രാഹുലിനെതിരെ കടുത്ത നടപടിയിലേക്ക്, പുറത്താക്കുക എന്ന നടപടിയിലേക്ക് എത്തിയിരിക്കുന്നത്. അതിന്റെ കൃത്യവും വ്യക്തവുമായ സൂചനകൾ അല്പസമയം മുമ്പ് കെ മുരളീധരൻ, കോൺഗ്രസിന്റെ മുതിർന്ന നേതാവ്, നൽകി കഴിഞ്ഞിരിക്കുന്നു. പുകഞ്ഞ പുള്ളി പുറത്തേക്ക് കെ മുരളീധരൻ ഏതെങ്കിലും തരത്തിലുള്ള ആശങ്കകൾക്കിടയില്ലാതെ വ്യക്തവും കൃത്യവുമായി പ്രഖ്യാപിച്ചു കഴിഞ്ഞിരിക്കുന്നു. അവസാനത്തെ ആയുധം ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കേണ്ട സമയമായി, അല്ലെങ്കിൽ ബ്രഹ്മാസ്ത്രം പ്രയോഗിക്കും എന്ന് തന്നെ കെ മുരളീധരൻ പറഞ്ഞിരിക്കുന്നു. MLA സ്ഥാനം രാജിവെക്കണോ വേണ്ടിയോ എന്നുള്ളത് തീരുമാനിക്കേണ്ടത് രാഹുൽ മാങ്കൂട്ടത്തിലാണ്. അത് പാർട്ടിയാണ് അക്കാര്യത്തിൽ അല്ല തീരുമാനമെടുക്കേണ്ടത്. അത് രാഹുൽ തന്നെ എടുക്കേണ്ട തീരുമാനമാണ്. മാത്രവുമല്ല, ഇക്കാര്യത്തിൽ സ്പീക്കർക്കും നിലപാടെടുക്കാം എന്നുകൂടി പറഞ്ഞു വെക്കുന്നുണ്ട് കെ മുരളീധരൻ. അതായത് പന്ത് സ്പീക്കറുടെയും കോർട്ടിലേക്ക് ഇട്ടുകൊണ്ട് കോൺഗ്രസ് എടുക്കേണ്ട നിലപാട് കോൺഗ്രസ് എടുക്കും, അല്ലെങ്കിൽ സമയത്തിനുള്ളിൽ എടുക്കുമെന്ന കൃത്യമായ സൂചന കെ മുരളീധരൻ നൽകുന്നു. അതായത് രാഹുൽ മാങ്കൂട്ടത്തിനെ പുറത്താക്കാനുള്ള ഏകദേശ ധാരണ പാർട്ടിക്കുള്ളിലായിരിക്കുന്നു. ഇനി അതിന്റെ ഔദ്യോഗിക പ്രഖ്യാപനം മാത്രമാണ് ഇനി വരേണ്ടത്.